ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനത്തിനിരയായ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ടോടെ തൃപ്പൂണിത്തുറ യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? തുടർ നടപടികൾ എന്തൊക്കെയാണ് വിഷ്ണു? മോത്തി, ഇന്നലെ ഉച്ചയോടെ 2:30-ക്കാണ് ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എറണാകുളത്ത് തന്നെയുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു ഈ പെൺകുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചു വന്നത്. ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുൻപ് ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് പെൺകുട്ടിയുടെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. ഇന്നിപ്പോൾ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടമായിട്ടാണ് ഇപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീട്ടിൽ, ഈ ചോറ്റാനിക്കരയിലുള്ള വീട്ടിൽ 1 മണിക്കൂറോളം ഉള്ള ഒരു പൊതുദർശനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 3 മണിയോടുകൂടി സംസ്കാരം ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഈ മൃതദേഹം ഇവിടെ നിന്നും പുറത്തിറക്കി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുന്ന കാര്യങ്ങളടക്കം പോലീസ് നീക്കി വരികയാണ്. അതിൻ്റെ നടപടികൾക്കായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കൊലക്കുറ്റം ചുമത്താനാണ് തീരുമാനം. ഇപ്പോൾ നിലവിൽ അനൂപ് റിമാൻഡിലാണുള്ളത്. കഴിഞ്ഞ ദിവസം കൊലപാതക ശ്രമവും അതുപോലെ ബലാത്സംഗവും, വീട് അതിക്രമിച്ച് കയറലടക്കമുള്ള കുറ്റങ്ങളാണ് അനൂപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മരണം സംഭവിച്ച ആ നിലയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ച് ഈ കൂടുതലായിട്ടുള്ള കൊലപാതക കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇപ്പോൾ പ്രാഥമികമായി തലക്കേറ്റ, ഈ പ്രതി തന്നെ സമ്മതിച്ചിരുന്നു, മർദ്ദിച്ച വിവരങ്ങളെല്ലാം ഈ ചോദ്യം ചെയ്യലിൽ അനൂപ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. തല ഭിത്തിയിലിടിച്ച വിവരവും അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ച് ഈ കെട്ട് അഴിച്ച് നിലത്തിട്ട ശേഷം ശബ്ദം പുറത്തു കേൾക്കാനായി വായ പൊത്തിപ്പിടിക്കുന്നു. അപ്പോൾ അത് ശ്വാസം മുട്ടുന്ന തരത്തിലോട്ട് മാറി എന്നുള്ള വിവരങ്ങളെല്ലാം പ്രതി സമ്മതിച്ചതുമാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് അതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ വരുള്ളൂ. മരണകാരണം എന്താണെന്നുള്ളൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനുശേഷം കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി അനൂപിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ട നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കും. തൃപ്പൂണിത്തുറയിലുള്ള നടമേൽ യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മോത്തി. ശരി വിഷ്ണു. 20 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് അതിക്രൂരമായ പീഡനത്തിനിരയായി മരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ചടങ്ങുകൾ. തൃപ്പൂണിത്തുറ യാക്കോബായ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്ന വിശദാംശങ്ങളാണ് വിഷ്ണു പ്രകാശ് നൽകിയത്.